ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് വെച്ചിട്ടൊരു കറിയാണ്. നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊട്ടും സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അതുപോലെ തന്നെ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു സവാള വേണം. പിന്നെ എരിവിന് നമുക്ക് പച്ചമുളക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതെങ്ങനെ കറിയാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വെക്കുന്നത്. ഞാനിപ്പോൾ കുക്കറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒത്തിരി അങ്ങ് മൂത്ത് പോവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഞാൻ ഗ്രീൻ പീസിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് വളരെ ഒട്ടും സമയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.